പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ്. വഴുക്കുംപാറ മുതൽ കല്ലിടുക്ക് വരെയുള്ള ഭാഗത്താണ് ഈ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. മണിക്കൂറുകളായുള്ള ഗതാഗത കുരുക്കിൽ വാഹനങ്ങളുടെ നീണ്ട നിര. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, മഴയാണോ കാരണം ഈ ഗതാഗത കുരുക്ക് ഏറെക്കുറെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗതാഗതക്കുരുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരവുമില്ലാതെ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത 66-ലും ദേശീയപാത 544-ലും തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലും തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലും അടക്കം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയായ 544 വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ്. മണ്ണൂത്തി, വഴുകുംപാറ, വടക്കുംചേരി, ചുവന്നമണ്ണ്, പട്ടിക്കാട്, അങ്ങനെ ഈ പ്രദേശങ്ങൾ പിന്നിട്ട് പോകുന്ന എല്ലാ മേഖലകളിലും മാറ്റമില്ലാത്ത ഗതാഗത കുരുക്ക് മണിക്കൂറുകളായി തുടരുന്നു. 4 മണിക്കൂറും 5 മണിക്കൂറും ഇതിനോടൊപ്പം തന്നെ പിന്നിട്ടുണ്ട്. പെരുവഴിയിലായിരിക്കുകയാണ് യാത്രക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്ന എല്ലാവരും. ജോലിക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ വഴിയിൽ മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. പ്രധാനമായും ദേശീയപാതയിലെ പല സ്ഥലങ്ങളിലായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടർന്ന് റോഡുകളിൽ രൂപപ്പെട്ട കുഴി അടക്കമുള്ള കാരണങ്ങളാണ് ഈ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിന് കാരണം. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് തൃശൂർ ദേശീയപാതയിലാണ് വലിയ ഗതാഗത കുരുക്ക്. അതിന്റെ ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടത്. ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകളൊക്കെ പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ അടുത്ത 3 മണിക്കൂർ മാത്രമായിരിക്കും അതിതീവ്രമായിട്ടുള്ള ഒരു മഴ ലഭിക്കുക എന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറഞ്ഞത്. ഒപ്പം തന്നെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുമൊക്കെ സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പുതിയ അറിയിപ്പിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ.